CPM നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ അറസ്റ്റിലായ യൂട്യൂബറായ KM ഷാജഹാന്റെ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുന്നത്. ഷാജഹാനെ എപ്പോഴേക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ KM ഷാജഹാൻ ഇപ്പോൾ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഏകദേശം രാവിലെയോടെയാണ്, പുലർച്ചെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. ഏകദേശം ഇത്ര സമയമായിട്ടും മണിക്കൂറുകളായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലാണ്. വൈദ്യപരിശോധനയ്ക്ക് അടക്കം ഇനി ഷാജഹാനെ വിധേയമാക്കേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ KJ ഷൈനും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ MLA-ക്കും എതിരായ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഇങ്ങനെ ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുൻപത്തെ തവണ ഷാജഹാനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 5.5 മണിക്കൂറുകളോളം വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തു. അപ്പോൾ ഷാജഹാൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, താൻ ഒരിക്കലും ഈ KJ ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നേരെ പറയുകയോ അങ്ങനെ ഒരു പരാമർശം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ശേഷം ഈ ഷാജഹാനെ പറഞ്ഞയക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെല്ലാം ഉണ്ടാവുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായതാണ്. ശേഷം ഷാജഹാനെ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഈ KJ ഷൈൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള അപകീർത്തി നടത്തി എന്ന് പറഞ്ഞ് വീണ്ടും ഷൈൻ പരാതി നൽകുകയുണ്ടായി. തുടർന്നാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും ഈ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് എത്തിക്കുകയുണ്ടായത്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തിരുവനന്തപുരത്തെ ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആദ്യമായി അറസ്റ്റിലായിട്ടുള്ള 3 പ്രതികളെയാണ് കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ 1-ാം പ്രതി എന്ന് പറയുന്നത് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണനാണ്. 2-ാം പ്രതി എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാജഹാനാണ്. 3-ാം പ്രതി എന്ന് പറയുന്നത് കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യാസർ എന്ന വ്യക്തിയാണ്. എന്തായാലും ഈ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ യാസറിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാവാൻ സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ അയച്ചിരുന്നു, നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഹാജരാവാത്ത സാഹചര്യത്തിൽ ഇനി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസ് പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ ഷാജഹാനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായ ഈ ഒരു ചോദ്യം ചെയ്യലിൽ കൃത്യമായി പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പലതവണ ഇങ്ങനെ KJ ഷൈനെതിരായ പരാമർശം നടത്തി എന്ന പരാതിയിൽ അതിനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഒരു കേസുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനാണ് തീരുമാനമെടുക്കാനുള്ള അവകാശം. ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കാർത്തു. ശരി, യൂട്യൂബറായ KM ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഷാജഹാനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.